ഇല്ല, പല്ല് വെളുത്തിട്ടില്ല. മഞ്ഞപ്പല്ലുകാരിക്ക് കാപ്പിയും പലഹാരവും തരൂല. നോണ പറയുന്ന കേട്ടോ? ശരിക്കും പല്ലും തേച്ച് കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ടും വെളുക്കുന്നില്ല എന്ന് വെച്ചാ വെളുത്ത പെയിന്റ് അടിക്കേണ്ടി വരും പല്ലിന്. ഓ, വലിയ ന്യായമൊന്നും പറയണ്ട. നന്നായി പല്ല് തേച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ട് വന്നാലേ കാപ്പിയും പലഹാരവും തരുള്ളൂ. കണ്ടു അമ്മി, അപ്പ സമയം നോണ പറയുന്നത്. അമ്മ കണ്ടതല്ലേ ഞാൻ പല്ല് തേക്കുന്നത്? സാക്ഷികളെ ഒന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അമ്മുക്കുട്ടി പോയി പല്ല് തേച്ച് എളുപ്പം വന്നോളൂ. എനിക്കറിയാം, ഉണ്ണിത്തമ്പുരാനെ ഫസ്റ്റ് അടിക്കാൻ വേണ്ടി എന്നെ ഇവിടെ ഓടിക്കുന്നതല്ലേ. എല്ലാരും ഉണ്ണിത്തമ്പുരാന്റെ ആൾക്കാരാ. എവിടെ അമ്പിളി? നേരത്തെ ഹാജരായതാ. പല്ല് വിളക്കിയത് നന്നായില്ലെന്നും പറഞ്ഞ് ഞാൻ ഓടിച്ചു. കുട്ടി അപ്പൊ സമേ ഒരു കാപ്പി മധുരമില്ലാതെ എന്നോട് പറഞ്ഞോളൂ. ഏയ്, മൂത്രത്തിൽ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാപ്പിയിലാവാം. അന്നദാനത്തിന്റെ മഹത്വമൊക്കെ ശരി തന്നെ. ബാക്കിയുള്ളവരെ മുഴുവൻ കാഴ്ചക്കാരാക്കി നിർത്തിയിട്ട് പുള്ളിക്കാരൻ മാത്രം കഴിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല. സാറേ പതുക്കെ. ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ലൊക്കേഷൻ മൊത്തം പുള്ളിയുടേതാ. 100 ഏക്കർ ഭൂമി കൈവശമുള്ള ആളാ. സ്വാമി, ഓ, വിളമ്പിക്കോളൂ. ആയിക്കോട്ടെ. എന്ത് പറ്റി എന്റെ പൊന്നാമ്പലക്ക്? ഞാൻ ആദ്യം പൊന്നാമ്പലയല്ല, എന്റെ പേര് അമ്പിളിന്നാ. അങ്ങനെ എല്ലാവരുടെയും പൊന്നാമ്പല ആവണ്ട, എന്റെ മാത്രം പൊന്നാമ്പല ആയ മതി. അപ്പാസ്വാമിയുടെ ഓരോ കുസൃതികളല്ലേ മോളൂ. ഒന്നുമല്ല, എനിക്കറിയാം. ഉണ്ണിത്തമ്പുരാൻ ആദ്യം കഴിച്ചു എന്ന് പറഞ്ഞ് ഫസ്റ്റ് അടിക്കാനുള്ള പണിയല്ലേ ഇതൊക്കെ. ശരി, ഇന്നത്തെ എന്റെ ഫസ്റ്റ് പ്രൈസ് നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് പോയി കാപ്പി. ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള പാചകമൊക്കെയാണ്. ഒരു ദിവസം സഹിക്കാല്ലേ. ഇഡ്ലിയും ചട്നിയൊക്കെ ഇങ്ങനെ സ്വാദോടെ ഉണ്ടാക്കാന്ന് ഇപ്പോഴാ മനസ്സിലായത്. അതിഥികളെ കാഴ്ചക്കാരാക്കി ഇരുത്തി ഞാൻ ആദ്യം ആഹാരം കഴിച്ചെന്ന് തോന്നരുത്. ഒരുപാട് പേർക്ക് വെച്ച് വിളമ്പാനതല്ലേ. ഉപ്പ് കൂടിയാലും എരിവ് കൂടിയാലും ഇനിയിപ്പോ മറ്റെന്തെങ്കിലും കൈപ്പഴ വന്നാലും അത് ആദ്യം എനിക്കിരിക്കട്ടെ. അതാ ഇവിടുത്തെ ഒരു രീതി. സാമ്പാർ ഒരല്പം വേണ്ട സാർ. ഓ, സർവേശ്വര ഭഗവാനെ ക്ഷിപ്രപ്രസാദി ഗുണവൻ ഗണനായക. ഇതിപ്പോ എത്ര നാളത്തേക്കാ? മാലുവിനെ ഒന്ന് കാണാനാ. ഞാനൊരു SOS കോൾ തരുമ്പോ ചെറിയച്ചൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയാ മതി. ശരി. ഞാൻ പിടിച്ചോളാം. എന്താടി നിനക്ക് തോന്നുമ്പോ കേറി വരാനും പോവാനും ഇതെന്താ സത്രോ? എവിടെ പൊലയിടം പോയിരിക്കായിരുന്നടി അസത്തെ ഇത്രയും ദിവസം? അമ്മയ്ക്ക് ദീനം കൂടി. അവിടെ നോക്കാൻ വേറെ ആരുമില്ലല്ലോ തമ്പുരാട്ടി. ഹയ്യ, അമ്മയ്ക്ക് ദീന അച്ഛന് വാദം. തിന്ന് നെയ് കൂടിയതിന്റെ ആടി നിനക്കൊക്കെ പൊയ്ക്കോ. ശ്രീകരം ഇനി കണ്ടടം നിരങ്ങാൻ പോയാ പിന്നെ ഈ പടി ചവിട്ടി പോരുത്. പോടി. ഈശ്വര, ഇതാരാ? സാവിത്രി മോൾ ഇത് എപ്പോ വന്നു? ഞാൻ ആദ്യം കരുതിയത് അമ്മായി എന്നെ വഴക്ക് പറയുന്ന. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ചു ദിവസമായി. അയ്യോ, അമ്മായിയുടെ കുട്ടിയെ വഴക്ക് പറയാനോ? അല്ല ഗംഗാരമെന്നെ, ഇവളെ ഇങ്ങനെ അച്ഛൻ വീട്ടുകാർ കൊണ്ടുപോയി പാർപ്പിച്ച ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? ഈ ഷട്ടിൽ സർവീസ് നിർത്തിയിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്ഥിരമായിട്ടൊന്ന് താമസിപ്പിക്കണം. കുഞ്ഞമ്പേട്ടിനെ കണ്ടോന്ന് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. എന്താ ഒരു നീറ്റല്ലേ, കുട്ടിക്ക് മരുന്നൊന്നും മാറിയിട്ടില്ലല്ലോ. അച്ഛനെ തലയൊന്നിങ്ങനെ വെച്ചേ. അങ്ങനെ ഇനി കണ്ണ് മുറുക്കെ അടച്ച് 5 മിനിറ്റ് കിടന്നോളൂ കേട്ടോ. തുറക്കുമ്പോഴാ എരിയണ പോലെ തോന്നും. 5 മിനിറ്റ് ഒന്നും അടച്ചു പിടിക്കാൻ വയ്യ. പറയണത് അനുസരിച്ചാൽ അവനവന് നല്ലത്. എന്താന്ന് ചോദിച്ചാല് ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചാ മനുഷ്യൻ എന്താ ചെയ്യാ? ഫോർ എക്സാമ്പിൾ, ഈ ടംബ്ലർ ഇത് ആരവിടെ കൊണ്ടുവന്ന് വെച്ചേ? ഒരു സാധനം വെക്കേണ്ടടുത്ത് വെക്കില്ല. എന്താ കുട്ടി, കണ്ണ് കാണുന്നില്ലേ?
അച്ഛനിപ്പോ ധൃതരാഷ്ട്രല്ലേ നമ്മുടെ ധൃതരാഷ്ട്രം, അതുപോലെ ഒരു അന്ധന്റെ മര കിടക്കല്ലേ? അന്ധനല്ല, അന്ധൻ. അത് തന്നെ. അപ്പൊ നമ്മുടെ കാന്താരി കണ്ണുമൂടി കെട്ടിയില്ലേ? കാന്താരിയും പച്ചമുളകൊന്നും അല്ല കുട്ടി, ഗാന്ധാരി, ഗാന്ധാരം. കറക്റ്റ്. അപ്പൊ ഇതൊക്കെ അറിയാല്ലേ? ഇനി വേണമെങ്കിൽ കണ്ണു തുറന്നോളൂ കേട്ടോ. കള്ളി, മൂപ്പിൽ കുഞ്ഞമ്പുതാരുടെ പടപ്പെട്ടിന്ന് മോഷ്ടിക്കാൻ നിനക്കേ ധൈര്യം ഉണ്ടാവൂ? 1 1 1.5 1.5 2 2 2.5 2.5. എടി പകൽക്കൊള്ളക്കാരി. അയ്യോ വന്നോ? യെസ്. ഇന്ന് എത്രയുണ്ട്? വട്ടച്ചെലവിന് വല്ലവും ചോദിച്ചാ അറുത്ത കൈക്ക് സോൾട്ട് തേക്കാത്ത നായർക്ക് 100 ചോദ്യങ്ങളാ. പിന്നെ ഇതല്ലേ നല്ല വഴി. പറ, എന്താ ലാസ്റ്റ് നടന്ന പെണ്ണ് കാണല്? എന്ത് കൊനഷ്ട പറഞ്ഞു മുടക്കി? നല്ല ചൊങ്കൻ ഒരു IT എഞ്ചിനീയർ ഫ്രം ബാംഗ്ലൂർ. കടുത്ത ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടായില്ലെന്ന്. മിസ്റ്റർ ദേവർമട നാരായണ സാർ അറിയുന്നുണ്ടോ നീ നടത്തുന്ന ഈ ഡിഫൻസ്? അയാൾക്കൊരു ചുക്കും അറിയില്ല. അയാളുടെ ഷഷ്ടിപൂർത്തിയും ഞങ്ങളുടെ കല്യാണവും ഒന്നിച്ചായിരിക്കും. ഇടി കറക്റ്റേ. എന്റെ പ്രിയപ്പെട്ട ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കുറച്ച് റൊട്ടിയാക്കി കളഞ്ഞ. അവളുടെ ആഗ്രഹം പോലെ മനസ്സിന് പിടിച്ച ഒരു ബന്ധം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാതെ വയ്യല്ലോ എങ്ങാതരാ. അച്ഛനും അമ്മയും നേരത്തെ പോയ കുട്ടിയാണ്. അവളുടെ മനസ്സ് കലങ്ങുന്നത് കാണാൻ എനിക്ക് വയ്യ. എന്നാ പിന്നെ അവളുടെ ഇഷ്ടം എന്താച്ചാ അത് പറയാനാ ഞാൻ. അവളുടെ ഇഷ്ടം. ആ നാരായണന്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അവളുടെ അമ്മാമ്മയുടെ അടിയന്തരം കഴിഞ്ഞിട്ട് ആയിക്കോളാൻ. ആ വാക്ക് മാറില്ല. 13ാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിക്കൊന്നവൻ, എന്നെയും എന്റെ കുടുംബത്തെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചു നടക്കുന്നവൻ, അങ്ങനെ ഒരുത്തനെ എന്റെ അനന്തരവളെ കൊടുക്കാൻ അതുമാത്രം ആരും എന്നോട് പറയണ്ട. കുഞ്ഞമ്പേട്ടൻ ഇങ്ങനെ പറഞ്ഞാ പിന്നെ എന്റെ മരണം അത് എളുപ്പം നടക്കാൻ പ്രാർത്ഥിക്കുക എല്ലാരും. എന്നിട്ടെന്താ വെച്ചാ ആവാം. ഇവിടെ നമ്മുടെ പത്മാ സുബ്രഹ്മണ്യൻ തകർത്ത് ഡാൻസാ. ഇതെവിടെയാ സഹോദര? പാടത്തോ പറമ്പിലോ? ഇന്നെപ്പോലെ അല്ലടേ മാളെ. അഷ്ടിക്ക് വക തേടി പാടത്തും പറമ്പത്തും വെയിൽ ഒരുപാട് കൊള്ളണം. മൂപ്പിൽ കുഞ്ഞമ്പൂ നായര് ആയ കാലത്ത് കട്ടുമൂട്ടിക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നിനക്കൊക്കെ 3 ടൈംസ് കാലം നീട്ടിയിരുന്ന് വയറ് നിറച്ച് ഞണ്ണ. നീ ആ നൃത്തവിലോലിക്കൊന്ന് കൊടു. ഇത് പറ, എന്നാ അവിടെ ഫിലിം ഷൂട്ടിംഗുകാര് വരണത്? എന്താ നിന്നെ കെട്ടിയെടുക്കുന്നുണ്ടോ? യെസ്. ഈ ജന്തുവിനെ കൊണ്ടുവരണോ? പൊട്. എന്തുവാ? അതിനെ കണ്ടിട്ട് കാലം കുറെ ആയി. ഒന്ന് കൊടു. കൊടുക്കട്ടെ. ചെകിട്ട് തുറണം. എന്നാ ആരാ നിന്റെ നായര്? സത്യവാൻ നാരായണ, സാവിത്രി ഹിയർ. നിധി കാക്കുന്ന ഭൂതം മൂപ്പിൽ കുഞ്ഞമ്പൂ നായരുടെ ആമാടപ്പെട്ടിയിൽ നിന്ന് നിറമങ്ങുന്ന ഓട്ടമുക്കാലേ. ഇങ്ങനെയൊക്കെ മതിയോ? ഇതിനുള്ള മറുപടി തന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ വരുന്നുണ്ട്. പിച്ചാത്തിവാസം. ഈ കരിങ്കുരങ്ങനെ കാണാൻ വേണ്ടിയാണ് ഇത്ര ബഹളം. ആൾക്കാർക്ക് വേറെ പണിയില്ലേ? എന്തൊരു ചൂട്! ഒരു ക്യാരവനെ കൊണ്ടുവരുന്നുള്ളൂ. മദ്രാസിൽ വിളിച്ചിട്ട് രക്ഷയില്ല സാർ. എല്ലാം തമിഴ് ആർട്ടിസ്റ്റുകൾ ബുക്ക് ചെയ്തിരിക്കുവാ. ഹീറോയും വന്നില്ലേ? വന്നു സാർ. അഭിലാഷ്, ഇതാ നമ്മുടെ ഡാൻസ് മാസ്റ്റർ. ഹലോ സാർ. ഒരു ഹീറോ സോങ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? കൊള്ളാം, നന്നായി ചെയ്യുന്നുണ്ട്. വിമൽ, ലെറ്റ്സ് സീ വൺസ്. ബോയ്സ് ഗേൾസ് സൗണ്ട്. ഒരു ക്ലാസിക്കൽ സാധനം ഒന്ന് പ്ലാൻ ചെയ്തേക്ക്. കുറച്ച് കാലം വേറെ നാട്യത്തിൽ ഒന്ന് കൈവച്ചിട്ട്. അയാളങ്ങനെ പലതും പറയും, മൈൻഡ് ചെയ്യണ്ട. ജോത്സ്യനോട് വാഴൂർ ജോസാ. എടോ ജോത്സ്യന, ഈ പറഞ്ഞ ഹീറോയിൻ, അവളോട് താൻ പറഞ്ഞില്ലേ എന്റെ സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊണ്ട് ഈ പടത്തെ ഫിക്സ് ചെയ്യാം. പിന്നെ അവള് രാവിലെ മുതൽ കയറ് പിടിക്കുക. എന്തേ സാറ് വന്നില്ലേ, സാറ് വന്നില്ലേ എന്ന്. അവളുടെ ടൈം തെളിഞ്ഞു. എവിടെ വിളിക്കൂ? ഇപ്പൊ വരും. ഇന്റർനെറ്റ് നോക്കാനെന്ന് പറഞ്ഞ് ഈ സ്ഥലത്തിന്റെ ഉടമ. ആരാ അവൻ? തന്നെ ഏത് സ്കൂളാണ് പഠിപ്പിച്ചത്? കൊണ്ടാണോ?
ദാറ്റ്സ് റിയലി സർപ്രൈസിങ്. ഉം. ഈ വില്ലേജിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇന്റർനെറ്റ് പോയിട്ട് മൊബൈൽ സിഗ്നൽ കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല. ലോകം ഒരൊറ്റ ഈ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിസ് ജോൾസന. അറിയും മുമ്പ്, അറിയാൻ ശ്രമിക്കും മുമ്പ് അണ്ടർ എസ്റ്റിമേഷൻ നന്നല്ല ഒന്നിനെ കുറിച്ചും. Now you can check your mails and send replies. Oh, I just want to check my mail. Do whatever you want. Your phone. ഓഹ്, അതാ ബോറനാ ഈ ഫിലിമിലെ ഹീറോ. സോറി, വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും, അതുകൊണ്ട് പറഞ്ഞതാ. ധീരോദാത്തൻ അതിപ്രതാപ ഗുണവൻ വിഖ്യാത വംശൻ ധരാപാലൻ നായകൻ. അത് നായക ലക്ഷണം എന്നാണ് നാട്യശാസ്ത്രം പറഞ്ഞത്, അല്ലാതെ നടന്റെ ലക്ഷണമെന്നല്ല. ഒരു നല്ല നടൻ ചിലപ്പോൾ ബോറനായേക്കാം, ഒരു ബോറൻ ചിലപ്പോൾ നല്ല നടനും ആവാം. ഇത് ബോറൻ മനുഷ്യനും ബോറൻ നടനുമാണ്. A rare combination. ആ കാളിയാർമട ഉണ്ണിയാർച്ചൊക്കെ ഉണ്ട്, കാലം കുറെ ആയി. വെള്ളോടി മാഷ ഷൂട്ടിംഗ് കാണാൻ പോയില്ലേ? വെളുപ്പാൻ നേരത്ത് അരിവെപ്പുകാരൻ ചെക്കൻ വന്ന് ഷൂട്ടിങ് കൂവിയപ്പോ ഉള്ളൊന്ന് കാളി. ഞാൻ കരുതി ആരോ തോക്കൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടാ. എന്നാണ് ആ ഒരു നിലവിളക്കം പിടിച്ച് ഈ പടിയൊന്ന് ചവിട്ടി കയറുന്നത്. മാഷിന്റെ നാരായണനോട് തന്നെ ചോദിക്കും. മാലു ചേച്ചി, സിനിമാ നടി ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ണിത്തമ്പുരാന്റെ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യാൻ വന്നതാ. ഇതാ പണ്ടുള്ളവര് പറഞ്ഞത്, താങ്കേറിന്റെ അടുത്ത് താങ്കേറി ഇരുന്നില്ലെങ്കിൽ നാരായണ സാറിന്റെ കമ്പ്യൂട്ടറിൽ നടി കയറിയിരിക്കും. Oh, that was really funny. ഇവള് പശ കാണും മോളെ. മാനെ മാലു, എപ്പോ നൃത്തകുണ്ടലിനി, വെൽക്കം ടു ദേവർമഠം. താങ്ക്സ് നാണു. ജോത്സന ഇതെന്റെ അനിയത്തി മാലു. Hi. ഇത് സാവിത്രി. ഷീസ് മൈ. വുഡ് ബി. Oh, is it? പറയാമോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. വയസ്സുകാലത്ത് വെള്ളം ചൂടാക്കി തരാൻ ഒരാള്. അതിനെന്തിനാ ഒരാള്? ഒരു ഹീറ്റർ മേടിച്ചു വെച്ചാ പോരെ? സ്റ്റൈലാക്കല്ലേ? എന്നോട് പറഞ്ഞു. എന്റെ ചിരിയും കളിയൊക്കെ കുറച്ച് കൂടിയപ്പോ അഡ്വാൻസ് ആയിട്ട് തന്നെ പുള്ളി പറഞ്ഞു സാവിത്രിയെ കുറിച്ച്, നീണ്ടു പോകുന്ന നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച്. എനിവേ യു വെരി ലക്കി. ഞാൻ പോട്ടെ, ഷൂട്ട് തുടങ്ങാറായി കാണും. See you guys. Bye, sweetheart. സ്മാർട്ട് ഗേൾ. എന്താ വേണോ? അതിനുള്ള ലക്കിയൊന്നും നമുക്കില്ലല്ലോ എന്റെ മാനേ.